ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് നാളായി പ്ലാൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന്. അതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ കോളേജല്ല, ഇപ്പം എൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് തുടങ്ങി. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞാൻ ബി എഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ മിനിഞ്ഞാന്നാണ് എൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് തേർഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് പോകുന്നതിന് മുൻപ് ഞാൻ എങ്ങനെയാണ് റെഡി ആവുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാരി ഉടുത്ത് റെഡിയായി. ഇതാണ് ഞങ്ങളുടെ യൂണിഫോം സാരി. മൊത്തം 2 യൂണിഫോം സാരിയാണ് നമുക്കുള്ളത്. വെൻസ്ഡേ ഇതാണ് നമ്മൾ വെയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതെല്ലാം റെഡിയാണ്. എനിക്ക് ഈ സാരിയുടെ മെറ്റീരിയൽ അത്യാവശ്യം സോഫ്റ്റാണ്, നമുക്ക് ഈസിലി മാനേജബിൾ ആണ്. അതുകൊണ്ട് തന്നെ അധികം എഫേർട്ട് ഇല്ലാണ്ട് ഈ സാരി ഞാൻ ഉടുക്കും. വേറെ ഏത് സാരി ആണെങ്കിലും എനിക്ക് അമ്മയുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്, ഈ സാരി ഞാൻ ഉടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡി ആവാൻ തുടങ്ങാം. ഞാൻ അധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല കോളേജിലേക്ക് പോകുന്ന സമയത്തും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര വലിയ ഇതില്ല. ഞാൻ സ്കിൻ കെയർ ആണ് പിന്നെയും ചെയ്യുന്നത്, അത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇല്ല, അത് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സിറമാണ്. ഇത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നൈസിനമൈഡ് സിറമാണ്. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 വർഷത്തോളം ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. നല്ല സാധനമാണിത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ചെയ്യാത്തവരായിട്ട്. ഇതാണ് സാധനം. ഇത് ഫോക്കസ് ആവാൻ കുറച്ച് പണിയാണ്. ഇതാണ് സാധനം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ കുറച്ച് മാറിയിട്ടുണ്ട്. ഞാൻ പഴയ ആപ്ലിക്കേറ്റർ കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു ഇതിൻ്റെ പഴയ ആപ്ലിക്കേറ്റർ, പക്ഷേ അത് മാറി ഇങ്ങനെയായി. സംഭവം രണ്ടും കുഴപ്പമില്ല, പക്ഷേ ഇത് കുറച്ചുകൂടി നമുക്ക് എല്ലാ പ്രോഡക്റ്റും കയ്യിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ വളരെ കുറച്ച് എമൗണ്ടാണ് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ പാറ്റ് ചെയ്ത് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. സിറമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പാറ്റ് ചെയ്ത് കുറച്ച് ടൈം കൊടുത്ത് വേണം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിന് 2 പ്രോഡക്റ്റ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ വേറൊരു ക്യൂട്ടി മാക്സിൻ്റെ ഒരു ലോഷൻ ഉണ്ട്. അത് പെട്ടെന്ന് തീരും, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു 2 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇന്നിപ്പോൾ ഞാൻ ഫോക്സ് ടെയിൽ എടുക്കുന്നു. ഓക്കെ, തീരാറായി. ഓക്കെ, കുറച്ച് എമൗണ്ട് സൺസ്ക്രീൻ അല്ല, മോയ്സ്ചറൈസർ. അതും നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിലും അപ്ലൈ ചെയ്യണേ. മുഖത്തെ ബാലൻസ് ഒക്കെ എടുത്ത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഏതാ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി സൺസ്ക്രീനിലേക്ക് സ്കിപ്പ് ചെയ്യാം, അല്ല സൺസ്ക്രീനിലേക്ക് ജമ്പ് ചെയ്യാം. അപ്പോൾ സൺസ്ക്രീൻ എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോക്സ് ടെയിൽ. ഇത് ഉപയോഗിച്ച് ഈ ഒരു സൺസ്ക്രീൻ എൻ്റെ സ്കിന്നുമായിട്ട് അത്രയും സെറ്റാണ്. ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതും കൂടി കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും, ഒരു സമാധാനം, ശാന്തി കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇതാണ് എൻ്റെ ശരിക്കുള്ള ലുക്ക്. ഞാൻ വേറെ ഒന്നും ഇതിന് മുകളിൽ അപ്ലൈ ചെയ്യാറില്ല. പലപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, കുറച്ച് സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യും, ഇത് വേണമെങ്കിൽ മാത്രം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മളുടെ ഐലൈനർ. നമുക്കൊരു വിങ് വിങ് ഐ ആണ് വേണ്ടത്. അപ്പോൾ ആ ഒരു വിങ് നമുക്ക് ആദ്യം വരയ്ക്കാം. ഞാൻ വരച്ചിട്ട് വരാം, എന്താവുമെന്ന് കണ്ടറിയാം. അപ്പോൾ നമ്മൾ ആ കണ്ണുകളെ എന്തൊക്കെയോ ആക്കിയിരിക്കുന്നു. നമുക്കിനി പൊട്ടും കൂടി വയ്ക്കാം, അപ്പോഴാണ് ഒരു ഫിനിഷ് കിട്ടുള്ളൂ. എപ്പോഴും ബ്ലാക്ക് പൊട്ടാണ് എൻ്റെ ഒരു പൊട്ട്. ഇനി നമ്മുടെ ഈ ഒരു സ്കിൻ കെയറിലെ ലാസ്റ്റ് ഫൈനൽ ടച്ച് നമ്മളുടെ ലിപ് ബാമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ വിഷ് കെയറിൻ്റെ, കാണാൻ പറ്റുന്നത് ഫ്രണ്ട് ക്യാം ആയതുകൊണ്ട് തലതിരിഞ്ഞിട്ടായിരിക്കും ഞാനിത് ടാഗ് ചെയ്യാം. വിഷ് കെയറിൻ്റെ സെറമൈഡ് ലിപ് ബാമാണ്. അതാണ് ഈ സാധനം. ഇത് നിങ്ങൾ ഇങ്ങനെ തേച്ചെടുക്കുക. നമ്മുടെ SPF 50 ഒക്കെ ഉണ്ട്, അപ്പോൾ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ. കുറയ്ക്കും. ഞാനിത് ഉപയോഗിക്കുന്നതിനായിട്ട് കുറച്ചായിട്ടുള്ളൂ. എന്തെങ്കിലും വ്യത്യാസം വന്നു കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീയിലെ എൻ്റെ ഫേസ് ഏകദേശം സെറ്റായി. ഓൾ റൈറ്റ്. അപ്പോൾ ഇനി മുടി ആയിട്ടുണ്ട്, ഹെയർ സ്റ്റൈൽ കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കാർക്കൂന്തലിനാണ് ഇന്ന് ഒരു താജ്മഹൽ പണിയാൻ പോകുന്നത്. വലിയ താജ്മഹലൊന്നുമില്ല, ഞാൻ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടാണ് ഹെയർ സ്റ്റൈൽ കെട്ടാറുള്ളത്. ഹെയർ കെട്ടാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈൽ പിടിച്ചാലോ എന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം ഗെറ്റ് റെഡി വിത്ത് മീ ആണല്ലോ. എന്തെങ്കിലും ഒരു ഇത് ഇങ്ങനെ ഞാൻ മുടി ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ക്യാമറയുടെ ഫ്രണ്ടിൽ വരാറില്ല. കാര്യം നിങ്ങൾ എൻ്റെ ഈ ഒരു 42 സെൻറ്റിൻ്റെ സ്ഥലം, ഇതുവരെ ആരും കാണാത്ത എൻ്റെ ഈ ഒരു സ്ഥലം കാണും. അതുകൊണ്ട് ഞാൻ
ഇങ്ങനെ ഇങ്ങനെ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് സിമ്പിളായിട്ട്. ഞാൻ ഇന്നലെ ഈ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മുടി ഭയങ്കര അഴിഞ്ഞു പോകുന്നൊരു ലുക്ക് ഉണ്ട്. നമുക്കത് കുഴപ്പമില്ല, നമുക്കത് റെഡിയാക്കി എടുക്കാം. പിടിച്ചും പൊക്കി ഇവിടെ ഒരു ക്ലിപ്പ് കൂട്ടാം. ഇനി നമുക്കതുപോലെ ഈ സൈഡിലും ഞാൻ ഇങ്ങനെ ബാങ്ക്സ് ഒക്കെ ഇടും. നിങ്ങൾക്ക് ബാങ്ക്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക്സ് ഇടാം. അപ്പോൾ നമുക്കിങ്ങനെ പൊക്കിയിട്ട് ഇത് പിന്നണം. അപ്പോൾ പിന്നുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ നോർമൽ പിന്നലല്ല, ഒരു ഡിഫറെൻറ്റ് പിന്നലാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഇത് എൻ്റെ ഫ്രണ്ട് അശ്വനിയുടെ ഹെയർ സ്റ്റൈലാണ് ഗൈസ്. അത് ഞാൻ ഡിസ്ക്ലൈമറായിട്ട് പറയാൻ കാരണം, നാളെ അവൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയും ഇത് എൻ്റെ ഹെയർ സ്റ്റൈൽ അല്ലേ പറയും. അതുകൊണ്ടാണ് ഞാനിത് മുന്നേ പറയുന്നത്. അവളുടെ ഹെയർ സ്റ്റൈലാട്ടാ. അവൾക്ക് നല്ല ഹിൽക്കി ഹെയർ ആയതുകൊണ്ട് അവൾ നല്ല സൂപ്പറായിട്ട് ഈ ഹെയർ സ്റ്റൈൽ ഇത് ചെയ്യും. അപ്പം ഞാനും, ഇപ്പം എൻ്റെ കൈ വെറുതെ ഇരിക്കില്ലല്ലോ, അപ്പം ഞാൻ അതൊക്കെ കണ്ട് ഞാനും ചെയ്യും. നമുക്കിപ്പോൾ ഇങ്ങനെ പിന്നെ അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ ആൻഡ് സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞ് നമ്മൾ റെഡി ആയിരിക്കുന്നു. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരെ കോളേജിലേക്ക് സ്കൂളിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഇനി പരിപാടിയൊന്നുമില്ലാന്ന് ഞാൻ എൻ്റെ ഫുൾ ആയിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം. താങ്ക് യു, ബൈ ബൈ. വേറെ എന്തെങ്കിലും ലിപ്സ്റ്റിക്, എൻ്റെ ലിപ്സ്റ്റിക്കിനെ ഞാൻ മറന്നു ഗൈസ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടേണ്ടത്, പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാലൻസ് പറയാൻ നേരം കിട്ടുമെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ മുന്നേ ലൈൻ ചെയ്യുമായിരുന്നു. ഇത്രയൊന്നും പറ്റില്ല. ഓക്കെ, ഞാൻ മുന്നേ ഈ ലിപ്പൊക്കെ ഇങ്ങനെ പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞ്, അതായത് ലിപ് ബാമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ലൈൻ ചെയ്യുമായിരുന്നു. അതിനുശേഷം എൻ്റെ ലൈനർ അവിടെ ഉണ്ട്. അപ്പോൾ ലൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് അലൗഡ് അല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ചെറിയ എമൗണ്ടിൽ ഓക്കെ ആണെന്ന് നമുക്ക് ഒരു പെർമിഷൻ ഉണ്ട് ചെറിയ എമൗണ്ടിൽ ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ചെറിയ എമൗണ്ടിൽ ഇട്ടിരിക്കുന്നത്. ഇനി എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഇത് പിന്നെയും പോവും, ഉച്ചയ്ക്കാകുമ്പോഴേക്കും ഫുൾ പോവും. അപ്പോൾ നമുക്ക് വീണ്ടും റീ അപ്ലൈയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് നമ്മുടെ കോളേജിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ എമൗണ്ട് ലിപ്സ്റ്റിക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ലിപ്സ്റ്റിക് കൂടി ഇടുമ്പോഴാണ് നമ്മുടെ ലുക്ക് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എന്തായിരുന്നു പറഞ്ഞു, അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലൈവ് പോയ സമയത്ത് 1-2 കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഈ ഗെറ്റ് റെഡി വിത്ത് മീയും അതുപോലെ ഹെയർ സ്റ്റൈൽ, മേക്കപ്പ്, സ്കിൻ കെയർ, പിന്നെ ഹെയർ കെയർ ഇതുപോലെ കാര്യങ്ങൾ കാണിച്ചു തരുമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് കണ്ടാൽ മതി. അത്ര പെർഫെക്റ്റ് അല്ല, എനിക്കറിയാം, ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് വളരെ ചെറിയ മിനിമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡേ ലൈറ്റ് ആണ്, നമുക്ക് റിംഗ് ലൈറ്റോ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ നമ്മൾ മേടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് വരും. ഇപ്പോൾ ഡേ ലൈറ്റിൽ ഈ ജനലിന് വലിയ വെളിച്ചത്തിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ബൈ, ലവ് യു, ബൈ ബൈ. നമ്മുടെ വീഡിയോ അവസാനിക്കാം കേട്ടോ. ബൈ ബൈ.